അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം, കൂടുതൽ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞോ? ആളുകളൊക്കെ അവിടേക്ക് കൂടുതലായി എത്തുന്നുണ്ടോ? വിവരങ്ങൾ. ജിമ്മി, ആളുകൾ കൂടുതലായി എത്തുന്നുണ്ട്. ഒരു വേദനാജനകമായ കാഴ്ചയാണ്. പലരും തൻ്റെ ഉറ്റവരെ തിരിച്ചറിയാൻ വേണ്ടി ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് വാതിക്കൽ കാത്തു നിൽക്കുന്ന നമുക്ക് കാണാം. ഇതുവരെ 8 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. 9 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഇതിൽ 8 പേരുടെ മൃതദേഹം തിരിച്ച് അറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായിട്ടുള്ളൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇതിൽ തൃശ്ശൂർ ഇഞ്ചമുടി സ്വദേശി വടക്കേ പുരയ്ക്കൽ ബിജീഷിൻ്റെ മൃതദേഹം കൂടിയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. 8 മൃതദേഹങ്ങൾ ഇതോടെ പൂർണ്ണമായും തിരിച്ചറിയുകയും ഈ 8 മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ മോർച്ചറിക്ക് മുന്നിൽ ഇതുപോലെ നിരവധിയായ ആളുകൾ ഇവിടെ രാവിലെ മുതൽ തന്നെ എത്തിയിരുന്നു. അവരുടെ DNA സാമ്പിളൊക്കെ നൽകിയ ശേഷം അവർ തങ്ങളുടെ ഉറ്റവരാണോ ഈ അപകടത്തിൽപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടി ഈ വാതിക്കൽ കാത്തു നിൽക്കുന്ന ഒരു വേദനാജനകമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ചില ആളുകളൊക്കെ ചിലരും തിരിച്ചറിഞ്ഞിട്ടില്ല. ചില ഈ വെടിക്കെട്ട് പുരയുടെ സമീപത്ത് ഒരു ബൈക്കുണ്ടായിരുന്നു, ആ ബൈക്കിലുണ്ടായിരുന്ന ആളെ കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവരുമായി സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് അവരൊന്നും നേരിട്ട് പ്രതികരണം എടുക്കാൻ കഴിയില്ല. കാരണം അവരൊക്കെ വളരെ വലിയ ദുഃഖത്തിലാണ്. ആ ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും അവരൊക്കെ ഇവിടെ കാത്തു നിൽക്കുന്നത്. ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട്. ആ കാണാത്ത ആളുകൾ, അവരുടെ ബന്ധുക്കൾ ഒക്കെ ഇപ്പോൾ ഈ മോർച്ചറിയുടെ ഭാഗത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ എത്തി ഏകദേശം 8 മൃതദേഹം ഇപ്പോൾ കൈമാറി കഴിഞ്ഞു. ഇനിയും ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ പുറത്തെല്ലാം തന്നെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ആളുകളുണ്ട്. ഇവരൊക്കെ ഈ തങ്ങളുടെ ഉറ്റവരും ഉടയവരും ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിലൊക്കെ ആളുകളുണ്ട്. ഇവരെല്ലാം തന്നെയും വളരെ വിഷമത്തോടെ കാത്തു നിൽക്കുന്നൊരു കാഴ്ചയാണ് ഇവിടെയൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ വെടിക്കെട്ട് അപകടത്തിൽ അവരുടെ ബന്ധുക്കളുണ്ട് എന്നുള്ളൊരു സംശയത്തോടെന്നാണ് വന്നത്. ശരി സിബി.